എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 4th മന്തിൽ ഡെവലപ്മെൻറ്റൽ മൈൽസ്റ്റോൺസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടു. ഇനി അടുത്ത് നമുക്ക് പറയാൻ പോകുന്നത് 5th മന്തിലെ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ 5th മന്തിലെ കുഞ്ഞുങ്ങൾ മേജറായിട്ട് ചെയ്യുന്ന ഒരു ഡെവലപ്മെൻറ്റാണ് റോൾ ഓവർ അല്ലേ. അതായത് കമരാനുള്ള ആ ഒരു രീതി കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഈ 5th മന്തിൽ ചെയ്യും. നന്നായിട്ട് എപ്പോഴും നമ്മൾ നേരെ കിടത്തിയാലും ഇടയ്ക്കിടയ്ക്ക് കമരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഈ കമന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കുഞ്ഞുങ്ങൾ നന്നായിട്ട് തല ഉയർത്തി പൊക്കാനായിട്ട് ട്രൈ ചെയ്യുന്നു. ഒരു 90 ഡിഗ്രിയോളം അവരുടെ തല പൊക്കാനായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ചെസ്റ്റ് പാം സപ്പോർട്ട്, അതായത് നെഞ്ച് കുത്തി പൊങ്ങാൻ വേണ്ടിയിട്ട് അതിന് കയ്യിൽ വെയിറ്റ് കൊടുത്ത് നെഞ്ച് നന്നായിട്ട് കുത്തി പൊങ്ങുന്ന രീതിയിലായിട്ടും നമുക്ക് കുഞ്ഞുങ്ങളിൽ കണ്ടുവരാവുന്നതാണ്. മാത്രമല്ല നമ്മൾ 4th മന്തിൽ ടോയ്സ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു കയ്യിൽ നിന്ന് ഒരു കയ്യിലോട്ട് മാറ്റാനുള്ള ട്രൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഈ 5th മന്തിലാവുമ്പോൾ കുഞ്ഞുങ്ങൾ അത് റീച്ച് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ കുറച്ച് ദൂരത്തോട്ട് നമ്മൾ റാറ്റിൽസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അത് എത്തിപ്പിടിക്കാനായിട്ട് ട്രൈ ചെയ്യും. മാത്രമല്ല നമ്മുടെ കമ്മല്, നമ്മുടെ മുടി ഒക്കെ കുഞ്ഞുങ്ങൾ ഈ ഒരു രീതിയിൽ ഗ്രാബ് ചെയ്യാനും എത്തിപ്പിടിക്കാനുമായിട്ട് കുഞ്ഞുങ്ങൾ കാണിക്കുന്നതായിട്ട് നമുക്ക് കണ്ടുവരാവുന്നതാണ്. മാത്രമല്ല കുറച്ചും കൂടി നല്ല ഒച്ചത്തിൽ ചിരിക്കാനും, ഇച്ചിരി സൗണ്ട് കൂട്ടി ചിരിക്കാനും, ആ ഒരു സൗണ്ട് വോയിസ് ഒക്കെ കുഞ്ഞുങ്ങൾ ഇടാനും, എന്നുള്ള സൗണ്ട് വോയിസ് ഒക്കെ കുഞ്ഞുങ്ങൾ കൂടുതൽ ഇടാനും ഈ ഒരു 5th മന്തിൽ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. മാത്രമല്ല അച്ഛനെയും അമ്മയൊക്കെ നന്നായിട്ട് തിരിച്ചറിയാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നതാണ്. നമ്മളൊക്കെ ഒന്ന് എടുക്കാണ്ട് പോവുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ കരയുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. മാത്രമല്ല ഡിമാൻഡിങ് ഫീഡ് അതുപോലെ തന്നെ ഈ 5th മന്തിൽ കണ്ടിന്യൂ ചെയ്യുന്നതുമായിരിക്കും. മാത്രമല്ല നമ്മുടെ ടൈം ടേബിൾ, അതായത് രാത്രിയിൽ 2-3 മന്ത്സിലൊക്കെ രാത്രിയിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് കുറവാണ് അല്ലേ. പക്ഷേ ഈ 5th മന്തൊക്കെ ആകുമ്പോൾ ഓൾമോസ്റ്റ് മിക്ക കുഞ്ഞുങ്ങളുടെയും ടൈം ടേബിൾ ഒന്ന് ഓക്കെ ആയിട്ട് വരും. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് തന്നെ കുഞ്ഞുങ്ങളും ഉറങ്ങാനുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പാറ്റേണിൽ പോകാനുള്ള സാധ്യതകളും കൂടുതലായിട്ട് ഈ 5th മന്തിൽ കാണും. അപ്പോൾ 5th മന്തിൽ മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിടുക. എന്നാൽ മാത്രമേ 6th മന്തിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു.